നമസ്കാരം. ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷ തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭരണഭാഷയും പാർലമെന്റിലടക്കം സംവേദന ഭാഷയും ഹിന്ദി തന്നെ. എന്നാൽ നമ്മുടെ ഭരണഘടന വ്യക്തമായ ഉറപ്പ് നൽകുന്നുണ്ട് നമുക്ക് എവിടെയും നമ്മുടെ ഭാഷ ഉപയോഗിക്കാമെന്ന്. ഏറ്റവും കടുത്ത ഹിന്ദി വിരുദ്ധ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഹിന്ദി സംസാരിക്കാത്തതിന്റെ പേരിൽ ആരെങ്കിലും വ്യക്തിഹത്യ നടത്താൻ തുനിയാറുണ്ടോ? ഭരണകക്ഷിയായ DMK ആകട്ടെ കരുണാനിധിയുടെ ഭരണകാലം മുതലേ കടുത്ത ഹിന്ദു വിരുദ്ധതയാണ് കൈക്കൊണ്ടിരുന്നത്. പകരം കൊടും തമിഴും ശുദ്ധ തമിഴും പരമാവധി അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ അത് വിലപ്പോകില്ലെന്നും ചുട്ട മറുപടി തന്നെ കിട്ടുമെന്നും അവർക്കറിയാം. എങ്കിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഹിന്ദി അറിയാത്തത് എന്തോ വലിയൊരു കുറവ് പോലെയാണ് ഒരു വിഭാഗം കരുതുന്നത്. ഹിന്ദി അറിയാത്തതിന്റെ പേരിൽ ഗോവ വിമാനത്താവളത്തിൽ യാത്രക്കാരി നേരിടേണ്ടി വന്ന പരിഹാസമാണ് വാർത്തകളിൽ നിറയുന്നത്. ഹിന്ദി അറിയാത്തതിന്റെ പേരിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് DISF ഉദ്യോഗസ്ഥരുടെ പരിഹാസം നേരിടേണ്ടി വരുന്നുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് സ്വദേശിയായ ഷർമിള രാജശേഖരന് സമാനമായ അനുഭവമുണ്ടായത്. ഇതോടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വരെ സംഭവത്തിനെതിരെ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തി. ഗോവയിൽ പോയി മടങ്ങുന്നതിനിടയിലാണ് എഞ്ചിനീയറായ ഷർമിളയ്ക്ക് ദുരനുഭവമുണ്ടായത്. ഹിന്ദി അറിയാത്തതിന്റെ പേരിൽ DISF ഉദ്യോഗസ്ഥൻ തന്നെ അപമാനിച്ചതായി ഷർമിള പറയുന്നു. ഹിന്ദി ദേശീയ ഭാഷയല്ലെന്നും ഔദ്യോഗിക ഭാഷയാണെന്നും ഷർമിള വിശദീകരിച്ചപ്പോൾ ഗൂഗിൾ ചെയ്യാനായിരുന്നു ഉദ്യോഗസ്ഥന്റെ മറുപടി. ഇതോടെ ഷർമിള അധികൃതർക്കും തമിഴ്നാട് സർക്കാരിനും പരാതി നൽകി. സംഭവം പുറത്തു വന്നതോടെയാണ് സ്റ്റാലിൻ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന തെറ്റായ ധാരണ അംഗീകരിക്കാൻ ജനം നിർബന്ധിതരാകുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്ന് സ്റ്റാലിൻ പ്രതികരിച്ചു. ഹിന്ദി എല്ലാ ഇന്ത്യക്കാരും പഠിക്കണമെന്ന് ഉറക്കെ പറഞ്ഞു തന്നെ DISF അപമാനിച്ചെന്നും ഷർമിളയുടെ പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം വിവാദമായതോടെ DISF അധികൃതർ ഖേദം പ്രകടിപ്പിച്ചതായി ഷർമിള പറഞ്ഞു. ഹിന്ദി തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും തമിഴകം പ്രോത്സാഹിപ്പിക്കാറില്ല. ഇവിടെയും ഗതി അത് തന്നെയാകും. വിമാനത്താവളത്തിൽ ഹിന്ദി ഭാഷ പ്രോത്സാഹിപ്പിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണമെന്ന കടുത്ത ആവശ്യം കേന്ദ്രത്തോട് ഉന്നയിക്കാൻ വരെ തമിഴ്നാട് സർക്കാർ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.